Dear students, today we will discuss about evolution of management. It's an important area. So management has always existed in some form or other, probably as early as the beginning of human civilization. The pattern of management has been undergoing change with the very social and technological factors, varying social and technological factors. Management has been growing with the development of social, economic, political, and scientific institutions. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് എവല്യൂഷൻ ഓഫ് മാനേജ്മെൻ്റ് ആണ്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ഇവോൾവ് ചെയ്തു വന്നത്, ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എങ്ങനെയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ലെവലിലേക്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ മാനേജ്മെൻറ്റ് ഹാസ് ആൾവേസ് എക്സിസ്റ്റഡ് ഇൻ സം ഫോർ എന്നാണ് ദി അതർ, അതായത് probably as early as the beginning of human civilization എന്നാണ്. മനുഷ്യൻ്റെ സംസ്കാരം ആരംഭിക്കുന്നത് മുതൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്തുണ്ടായിരുന്നു, മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. The pattern of management has been undergoing change with the varying social and technological factors എന്താണ് നമ്മുടെ സാങ്കേതികപരവും അതേപോലെ തന്നെ സാമൂഹികപരവുമായിട്ടുള്ള കാര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് മാറുമ്പോൾ അനുസരിച്ച് അതിനനുസരിച്ചിട്ട് എന്തും മാറിക്കൊണ്ടിരുന്നു. മാനേജ്മെൻറ്റിൻ്റെ പാറ്റേണിലും എന്ത് വന്നു, മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. So management has been growing with the development of social, economic, political and scientific institutions. എന്താണ് ഈ പറഞ്ഞിട്ടുള്ളത്, എന്താണ് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും അല്ലെങ്കിൽ എന്താണ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വളരുന്ന കൂട്ടത്തിൽ എന്തും വളർന്നു വന്നു, മാനേജ്മെൻറ്റും എന്ത് ചെയ്തു, വളർന്നു വന്നു. So the invent of industrial revolution brought out the necessity of developing the theory of management. അതായത് വ്യാവസായിക വിപ്ലവത്തിൻ്റെ കണ്ടുപിടുത്തമാണ് മാനേജ്മെൻറ്റിന് ഒരു തിയറി വേണം എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുന്നത്. സോ ദ മാനേജ്മെൻറ്റ് തോട്ട് ഹാസ് പാസ്ഡ് ത്രൂ വേരിയസ് സ്റ്റേജസ് ടു റീച്ച് ഇറ്റ്സ് പ്രസൻറ്റ് ലെവൽ. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ചിന്തകൾ ഇന്നത്തെ ഈ ലെവലിൽ എത്തുവാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്ന് എന്നിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഉള്ള ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. So far, the purpose of study, it is divided into 3 stages, each covering different periods and ideology of contributors. അപ്പോൾ ഇതുവരെ നമ്മളുടെ നമുക്ക് പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ആയിട്ട് എന്ത് ചെയ്യാം, തരംതിരിക്കാം. ഓക്കെ, ഓരോ സ്റ്റേജസിലും ഡിഫറെൻറ്റ് പീരീഡ് ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ഐഡിയോളജി വിവിധ ചിന്താധാരകൾ, വിവിധ ആളുകൾ, മാനേജ്മെൻറ്റ് തിങ്കേഴ്സ്, ഇതൊക്കെയാണ് ഈ 3 സ്റ്റേജുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ സ്റ്റേജസ് ഇൻ മാനേജ്മെൻറ്റ് തോട്ടാണ് ആ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ്, നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ്, മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസ്. ഇതാണ് 3 സ്റ്റേജസ് എന്ന് പറഞ്ഞു. അതിൽ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റിൽ ബ്യൂറോക്രാറ്റിക് മോഡൽ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റിൽ ഹെൻറി ഫയോളൊക്കെ ഹെൻറി ഫയോൾ, FW ടൈലർ നമ്മൾ പറയും, അതല്ല ഡിസ്കസ് ചെയ്യാം. ദ നിയോ ക്ലാസിക്കൽ തിയറിയിൽ വരുന്നതാണ് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, ബിഹേവിയറൽ സയൻസ് മൂവ്മെൻറ്റ്. ഇനി മോഡേൺ മാനേജ്മെൻറ്റ് തിയറീസിൽ വരുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്, സിസ്റ്റം അപ്രോച്ച്, കണ്ടിജൻസി അപ്രോച്ച്. ഇതാണ് 3 സ്റ്റേജസ് ഓഫ് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ്. സോ ദ ക്ലാസിക്കൽ അപ്രോച്ച് ടു ദ മാനേജ്മെൻറ്റ്, അതായത് 1900 മുതൽ 1930 വരെ, വാസ് ദ റിസൾട്ട് ഓഫ് ദ പ്രൈമറി എഫേർട്ട് ഓഫ് മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ടു ഡെവലപ്പ് എ ബോഡി ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. It is also called as the traditional school of management. The classical approach to management, അതായത് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്
is a result of the or what was the result of the primary effort of management thinkers എന്നാണ് മാനേജ്മെൻറ്റ് തിങ്കേഴ്സിന് മാനേജ്മെൻറ്റിന് എന്തുണ്ടാക്കുക ഒരു ബോഡി ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഉണ്ടാക്കുക എന്നുള്ള ചിന്തയുടെ റിസൾട്ടായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് ക്ലാസിക്കൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യുക ഒരു ബോഡി ഓഫ് കണ്ടൻറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങളാണ്. വാട്ട് ഡു മീൻ ബൈ മാനേജ്മെൻറ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ന കാര്യമാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, തിയറിറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് തിങ്കേഴ്സ് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്ത് ക്ലാസിക്കൽ തിയറി ഓഫ് എന്താണ് മാനേജ്മെൻറ്റ്. ഇത് നമ്മളെന്തും പറയാറുണ്ട്, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്. ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റും എന്നും ഇന്ത്യയിൽ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. So classical management was introduced in the late of 19th century during the Industrial Revolution. എന്താണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ വ്യാവസായിക വിപ്ലവം ഉള്ള സമയത്താണ്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ആ പീരീഡിൻ്റെ ഉള്ളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയൊക്കെ എന്ത് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. So the objective of classical management is to reduce cost and achieve result in more efficient ways. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ക്ലാസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുക വളരെ എഫിഷ്യൻ്റായിട്ട് റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. So the classical approach is not concerned with the employee satisfaction or anything in viewpoint of employees എന്നാണ്. അപ്പോൾ ഈ ക്ലാസിക്കൽ അപ്രോച്ച് ഒരിക്കലും എന്തുമായിട്ട് ആരെ കൺസിഡർ ചെയ്തിട്ടുണ്ടാക്കിയതല്ല, എംപ്ലോയീസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടാക്കിയതല്ല. അവരുടെ ഈ എംപ്ലോയീസിൻ്റെ വ്യൂ പോയിൻറ്റിൽ യാതൊന്നും തന്നെ ഇതിൻ്റെ അതില്ല, ക്ലാസിക്കൽ മാനേജ്മെൻറ്റിലില്ല. Okay, so the classical approach is the base of all management. Even then it does not address the needs of എന്താണ് എംപ്ലോയീസ് എന്നാണ്. എന്നിരുന്നാലും പക്ഷെ എന്താണ് ഈ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് ആണ് എല്ലാ മാനേജ്മെൻറ്റിൻ്റെയും എന്താണ് ബേസായിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിലെന്തില്ലെങ്കിൽ പോലും എംപ്ലോയീസിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഈ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ് അതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ബേസായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് കണക്കാക്കി പോരുന്നത്. So the classical theories of management can be divided into mainly 3 distinct areas. എന്താണ് ഈ പറയുന്ന ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റിനെ നമുക്ക് പ്രധാനമായിട്ടും 3 ഏരിയകളായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, തരംതിരിക്കാവുന്നതാണ്. എന്താണ് ബ്യൂറോക്രാറ്റിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സയൻറ്റിഫിക് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇതിൽ വരുന്ന 3 ദ ബ്യൂറോക്രാറ്റിക് തിയറീസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓർ പ്രോസസ് തിയറീസ് ആൻഡ് എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഓർ സയൻറ്റിഫിക് തിയറീസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ദ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ക്ലാസിക്കൽ അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് F.W. ടൈലർ, ഹെൻറി ഫയോൾ, ഫ്രാങ്ക്ലിൻ ഗിൽബർട്ട് ആൻഡ് ലിലിയൻ ഗിൽബർട്ട് ആൻഡ് മാക്സ് വെബർ എന്നാണ്. മാക്സ് വെബർ ഈ ആളുകളൊക്കെയാണ് എന്താ ഈ ക്ലാസിക്കൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ട് ചെയ്ത മാനേജ്മെൻറ്റ് തിങ്കേഴ്സ്. അടുത്ത് നമ്മൾ പറയുന്ന ബ്യൂറോക്രാറ്റിക് മോഡൽ, ഓക്കെ, അല്ലെങ്കിൽ മാക്സ് വെബർ മോഡൽ. വെബർ മോഡൽ എന്നറിയപ്പെടുന്നതാണ് എന്താ ബ്യൂറോക്രാറ്റിക് മോഡൽ. ഈ ആളാണ് എന്താ മാക്സ് വെബർ. അപ്പോൾ നോക്കുക. So Max Weber, a German scientist, defines bureaucracy as a highly structured, formalized and also an impersonal organization. മാക്സ് വെബർ ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റോ സോഷ്യോളജിസ്റ്റോ ഒക്കെ ആയിട്ടുള്ള ആളാണ് എന്ത് മാക്സ് വെബർ. സോ ഹി ഡിഫൈൻസ് ബ്യൂറോക്രസി ആസ് ഹൈലി സ്ട്രക്ചേർഡ് എന്നാണ്, വളരെ സ്ട്രക്ചറായിട്ടുള്ള, ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ആൻഡ് ആൾസോ ആൻ ഇമ്പേഴ്സണൽ ഓർഗനൈസേഷൻ എന്നാണ്. ഒരു ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിട്ടാണ് ഒരു ബ്യൂറോക്രസി എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. ഓരോന്ന് നമുക്ക് പറയാൻ എന്താണുള്ളത്. ഹി ആൾസോ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ ബിലീഫ് ദാറ്റ് എൻ ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് എ ഡിഫൈൻഡ് hierarchical structure and clear rules, regulations and lines the authority which govern it. ഓക്കെ,
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, ഹി ആൾസോ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ ബിലീഫ്, അയാളൊരു വിശ്വാസം കൊണ്ടുവന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ മസ്റ്റ് ഹാവ് എ ഡിഫൈൻഡ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആൻഡ് ക്ലിയർ റൂൾസ്. ഒരു ഓർഗനൈസേഷന് ഒരു കൃത്യമായിട്ടുള്ള എന്താണ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ടാവണം, അതേപോലെ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവണം, അതേപോലെ തന്നെ എന്താണ് അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം എന്തിനുണ്ടാവണം, ആ ഓർഗനൈസേഷൻ ലൈൻസ് ഓഫ് അതോറിറ്റി വിച്ച് ഗവേൺ ഇറ്റ് എന്താണ് അത് ആ ഓർഗനൈസേഷനെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാര ശ്രേണി അതിൻ്റെ അകത്ത് ഉണ്ടാവണം. So Max Weber bureaucracy ideally has the following characteristics. എന്താണ് അപ്പം പ്രധാനമായിട്ടും മാക്സ് വെബറിൻ്റെ ഈ ബ്യൂറോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചർ പറയുന്നത് എന്താണ്, സ്പെഷ്യലൈസേഷൻ ഓഫ് ലേബറിൽ എന്താണ് ലേബർ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും, ഡിവിഷൻ ഓഫ് ലേബർ ഓർ സ്പെഷ്യലൈസേഷൻ ഓഫ് എന്താണ് അവിടെ ആളുകളുണ്ടാവും. എ ഫോർമൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എന്താണ് സെറ്റ് ഓഫ് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞു എന്താണ്, ദെൻ വെൽ ഡിഫൈൻഡ് ഹൈറാർക്കി വിത്തിൻ ദ ഓർഗനൈസേഷനുള്ളിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ഉണ്ട്. അത് ഹൈറാർക്കി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾ, അതിന് താഴെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾ, അതിന് താഴെ എന്താണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ വിച്ച് ഷോസ് എന്താണ് പൊസിഷൻസ് ആൻഡ് അതോറിറ്റി ഓഫ് എന്താണ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ എന്താണ് ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അധികാരവും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുണ്ടാവും. ദെൻ ഇംപേഴ്സണാലിറ്റി ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് എന്താണ് റൂൾസ് എന്താണ് എല്ലാ ആളുകളും ഇംപേഴ്സണൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒന്നുമില്ല, അതായത് എന്താണ് എല്ലാ ആളുകളെയും എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, ഈക്വലായിട്ട് എന്ത് ചെയ്യുക ട്രീറ്റ് ചെയ്യുക. ഇംപേഴ്സണലിറ്റി ഇൻ എന്താണ് ആപ്ലിക്കേഷൻ ഓഫ് എല്ലാ റൂളുകളും എല്ലാവർക്കും ഒരേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ മാക്സ് വെബേഴ്സ് ബ്യൂറോക്രാറ്റിക് ഫോം 6 മേജർ എന്നാണ് പ്രിൻസിപ്പിൾ. പ്രധാനമായിട്ടൊരു 6 പ്രിൻസിപ്പിൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് എന്താണ് ഫോർമൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ദെൻ എന്താണ് റൂൾ ബേസ്ഡ് മാനേജ്മെൻറ്റ്, ഫങ്ഷണൽ സ്പെഷ്യാലിറ്റി ഓഫ് ഓർഗനൈസേഷൻ, ദെൻ അപ്പ് ഫോക്കസ്ഡ് ഓർ ഇൻഫോക്കസ്ഡ് മിഷൻ, ഇംപേഴ്സണൽ ആൻഡ് എന്താണ് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ഓൺ എന്താണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ്. നോക്കുക, എ ഫോർമൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ. In a bureaucratic organization, each level controls the level below it. So a formal hierarchy is the basis of central planning and സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷനിൽ ഈച്ച് ലെവൽ കൺട്രോൾസ് ദ ലെവൽ അതിൻ്റെ താഴെയുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു ഓരോ മുകളിലുള്ള ലെവലും അതിന് താഴെയുള്ള ലെവലിൽ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യും. അതായത് ഇപ്പോൾ ഏറ്റവും ലെവൽ എന്തായിരിക്കും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ആര് കൺട്രോൾ ചെയ്യും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആരെ കൺട്രോൾ ചെയ്യും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യും. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലെ ആളുകൾ എവിടെയുള്ള ആളുകളെ കൺട്രോൾ ചെയ്യും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലെ ആളുകൾ എന്ത് ചെയ്യും കൺട്രോൾ ചെയ്യും. സോ എ ഫോർമൽ ഹൈറാർക്കി ഈസ് ദ ബേസിസ് ഓഫ് എന്താണ് അപ്പോൾ അവിടെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് എന്താണ് സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെയും പ്ലാനിങ്ങിൻ്റെ ഒക്കെ എന്തായിട്ട് ബേസിസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. അതിനാണ് അപ്പം ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അതിനൊരു ഫോർമൽ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ റൂൾസ് ബേസ്ഡ് മാനേജ്മെൻറ്റ് എന്താണ് അത് ഓർഗനൈസേഷൻ യൂസസ് റൂൾസ് ടു എക്സേർട്ട് കൺട്രോൾ എന്താണ് ആ ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുവാൻ എന്ത് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരുപാട് റൂളുകളുണ്ടാവും. എന്താണ് ഫോർ എക്സാമ്പിൾ പറയാം നമ്മൾ റൂളിലൂടെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് നിങ്ങളെ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാൻ റൂള് വരുന്നത് എന്താണ് ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം അറ്റൻഡൻസ് പറയണം. ഓക്കെ, അല്ലെങ്കിൽ ആ 10 മിനിറ്റിനുള്ളിൽ അറ്റൻഡൻസ് പറയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യില്ല അറ്റൻഡൻസ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക ക്ലാസ്സിൽ എല്ലാ ആളുകളും ഹാജരാവണം എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ കൺട്രോൾ. അതേപോലെ എന്താണ് റൂൾ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു. ദെയർഫോർ ദ ലോവർ ലെവൽസ് സീംലെസ്ലി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഡിസിഷൻസ് മെയ്ഡ് അറ്റ് ഹയർ ലെവൽസ്. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ പ്രോബ്ലങ്ങളൊന്നുമില്ലാതെ എന്ത് ചെയ്യുന്നു ഹയർ ലെവൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ആര് എക്സിക്യൂട്ട് ചെയ്യുന്നു ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു. ദെൻ ഫങ്ഷണൽ സ്പെഷ്യാലിറ്റി ഓർഗനൈസേഷൻ എന്താണ്
അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യലിസ്റ്റ് ഡൂ ദി എന്നാണ് വർക്ക്, എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, സ്പെഷ്യലൈസേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, വർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നത്. സോ ആൾസോ ദ ഓർഗനൈസേഷൻ ഡിവൈഡ്സ് എംപ്ലോയീസ് ഇൻ യൂണിറ്റ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് വർക്ക് ദേ ഡു ഓർ ദ സ്കിൽ ദേ പൊസസ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത് കൂടാതെ അവിടെയുള്ള എംപ്ലോയീസിനെ ഓരോ ആളുകളുടെയും എന്താണ് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ ഡിവൈഡ് ചെയ്യുന്നു, യൂണിറ്റ് ബേസ്ഡ് ആക്കിയിട്ടും. അതേപോലെ തന്നെ എന്താണ് അവരുടെ അവർക്കുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നതാണ് ഫങ്ഷണൽ സ്പെഷ്യാലിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് ഒരേ കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റിലേക്ക് വരും അല്ലേ, ആ സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ കഴിവുള്ള ആൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യും. ഓക്കെ, അതാണ് എന്ത് ഫങ്ഷണൽ സ്പെഷ്യാലിറ്റി ഓർഗനൈസേഷൻ. Then up focused or in focused mission നോക്കുക. If the mission of the organization is to serve the stockholders, board or any other agency that empowered it, then it is എന്താണ് up focused. എന്താണ് അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതിനുള്ള സ്റ്റോക്ക് ഹോൾഡേഴ്സിനെയോ അല്ലെങ്കിൽ ബോർഡിനെയോ അല്ലെങ്കിൽ ഡയറക്ടർ, അതായത് ആ ഓർഗനൈസേഷൻ എംപവർ ചെയ്യുന്ന ഏതെങ്കിലും ആളുകളെ എന്ത് ചെയ്യുകയാണ് എങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് എങ്കിൽ ആ ഓർഗനൈസേഷൻ എന്താണെന്ന് പറയാം, നമുക്ക് അപ്പ് ഫോക്കസ്ഡ് ആണ് എന്ന് പറയാം. On the other hand, if the mission is to serve the organization itself and those within it, like എന്താണ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്, ദെൻ എന്താണ് ഇറ്റ് ഈസ് ഇൻ ഫോക്കസ്ഡ്. അപ്പം അതിന് പകരമായിട്ട് ആ ഓർഗനൈസേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു, ഇൻ ഫോക്കസ്ഡ് മിഷൻ എന്ന് പറയുന്നതാണ്. അപ്പ് ഫോക്കസ്ഡ് മിഷനും ഇൻ ഫോക്കസ്ഡ് മിഷനും. അടുത്താണെന്ത് ഇംപേഴ്സണൽ. ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ട്രീറ്റ് ഓൾ എംപ്ലോയീസ് ഈക്വലി. എന്താണ് എല്ലാ എംപ്ലോയീസിനെയും എന്താണ് ആർക്കും എന്തില്ല, ഒരു പ്രത്യേകത പരിഗണനകളൊന്നുമില്ല, എല്ലാ എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നു, ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യുന്നു. ദേ ആൾസോ ട്രീറ്റ് ഓൾ കസ്റ്റമേഴ്സ് ഈക്വലി ആൻഡ് ഡു നോട്ട് അലൗ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ടു ഇൻഫ്ലുവൻസ് ദം. അതായത് എന്താണ് ഓരോ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് എന്ത് ചെയ്യാം, അവരെ സ്വാധീനിക്കുവാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. ഓക്കെ, എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ കസ്റ്റമേഴ്സിനെയും അതേപോലെ എംപ്ലോയീസിനെയും ഒക്കെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഇവർ ഒരേ രീതിയിലാണ്, പേഴ്സണലായിട്ടൊന്നുമില്ല, ഇംപേഴ്സണലായിട്ടാണ് എല്ലാ ആളുകളെയും എന്താണ് ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. then employment based on technical qualification എന്താണ്, സോ സെലക്ഷൻ ആസ് വെൽ ആസ് ദ പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ. എന്താണ് ബ്യൂറോക്രാറ്റിക് മോഡൽ ഓർഗനൈസേഷനിൽ എന്താണ് അവിടെയുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതും എന്താണ് അവരുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്, പ്രൊമോഷൻ കൊടുക്കുന്നതും അവരുടെ എന്താണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെയും സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എന്താണ് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ. If you have any doubt, you can ask.